കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത്. ഗംഗാവാലി നദിയിൽ പുതഞ്ഞ അർജന്റ് ലോറി കണ്ടെടുക്കാനുള്ള ദൗത്യം നിർണായക ഘട്ടത്തിൽ. ഐബോർഡ് പരിശോധന തുടങ്ങി. നദിയോട് ചേർന്ന് ഡ്രോൺ പറത്തിയാണ് നിരീക്ഷണം നടത്തുന്നത്. പുഴയ്ക്കിടയിലെ ട്രക്കിന്റെ കിടപ്പും സ്ഥാനവും ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ വ്യക്തമാകും. എന്നാൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ ഡ്രോൺ പരിശോധനയിൽ കഴിഞ്ഞേക്കില്ലെന്നാണ് നാവികസേന അറിയിക്കുന്നത്. മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ദൗത്യം വീണ്ടും നീളും. അർജന്റ് ട്രക്ക് കണ്ടെത്താൻ പുഴയിൽ രാവിലെ പരിശോധന നടത്തിയെങ്കിലും ശക്തമായ അടിയൊഴുക്ക് കാരണം നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല. 3 ബോട്ടുകളിലായി 15 അംഗ നാവികസേന ഡൈവർമാരാണ് ആദ്യഘട്ട പരിശോധന നടത്തിയത്. ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്ക് ദൗത്യത്തിന് തടസ്സമാണെന്ന് നാവികസേന അറിയിച്ചു. സ്റ്റീൽ ഹുക്ക് താഴേക്കിട്ട് ലോറിയിൽ കൊളുത്താൻ കഴിയാത്ത വിധത്തിലുള്ള അടിയൊഴുക്കാണ് പുഴയിലുള്ളത്. നദിയുടെ അടിത്തട്ടിലേക്ക് സ്റ്റീൽ ഹുക്കുകൾ എത്തിക്കാൻ പോലും ശക്തമായ അടിയൊഴുക്ക് കാരണം പറ്റിയില്ല. അതേസമയം ട്രക്കിന്റെ കൃത്യമായ പൊസിഷൻ നിർണ്ണയിക്കാൻ വേണ്ടിയുള്ള ഐബോർഡ് പരിശോധന പുരോഗമിക്കുകയാണ്. ഡ്രോൺ പരിശോധനയിലൂടെ ട്രക്കിന്റെ കൃത്യമായ പൊസിഷൻ ലഭിക്കാൻ 2 മണിക്കൂറോളം വേണ്ടിവരും. എന്നാൽ ട്രക്കിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന് ഐബോർഡിന് കണ്ടെത്താൻ കഴിഞ്ഞേക്കില്ല. ഇനി എന്ത് എന്നതിൽ തീരുമാനമെടുക്കാൻ ദൗത്യസംഘം യോഗം ചേരുകയാണ്. നാവികസേനയുടെ 15 മുങ്ങൽ വിദഗ്ധന്മാരാണ് ശിരൂരിൽ ഉള്ളത്. 5 പേരടങ്ങുന്ന സംഘം 3 ബോട്ടിൽ തിരച്ചിലിനിറങ്ങിയിരുന്നു. പ്രത്യേക വൈദഗ്ധ്യം കിട്ടിയ ഒരാൾ കയർ കെട്ടി ഓക്സിജൻ സഹായത്തോടെ ഇറങ്ങാനായിരുന്നു പദ്ധതി. എന്നാൽ ശക്തമായ അടിയൊഴുക്ക് കാരണം പുഴയ്ക്കിടയിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന നടത്താൻ മുങ്ങൽ വിദഗ്ധർക്ക് കഴിയുന്നില്ല. ഇടവിട്ട് പെയ്യുന്ന കനത്ത മഴയും പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതും ദൗത്യത്തിന് വെല്ലുവിളിയാണ്. അതേസമയം നദിക്കരയിൽ 2 ബൂം എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ച് മണ്ണ് നീക്കം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അടിയൊഴുക്ക് മറികടക്കാൻ താൽക്കാലിക തടയണ നിർമ്മിക്കാനുള്ള സാധ്യതയും ദൗത്യസംഘം സജീവമായി പരിഗണിക്കുന്നുണ്ട്. ഇന്ന് ദൗത്യത്തിൽ 200ഓളം പേർ നേരിട്ട് പങ്കെടുക്കുന്നു. 31 NDRF അംഗങ്ങൾ, 42 SDRF അംഗങ്ങൾ എന്നിവർ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. ഇവർക്കൊപ്പം കരസേനയുടെ 60 അംഗങ്ങൾ, നാവികസേനയുടെ 12 ഡൈവർമാർ എന്നിവരും സ്ഥലത്തുണ്ട്. കർണാടക അഗ്നിരക്ഷാ സേനയുടെ 26 അംഗങ്ങളും ദൗത്യത്തിൽ പങ്കാളികളാണ്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലന്റെ നേതൃത്വത്തിൽ സാങ്കേതിക സംഘം സ്ഥലത്തുണ്ട്. ഇതുകൂടാതെ ബൂം എക്സ്കവേറ്റർ അടക്കം ഉപകരണങ്ങളുടെ വിദഗ്ധരും സ്ഥലത്ത് ഉണ്ട്. 100ഓളം വരുന്ന പോലീസ് സംഘവും ജില്ലാ ഭരണകൂടത്തിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട്.